കൊട്ടിയൂരുകാരനായ അദ്ദേഹത്തിന് ഡയാലിസിസ് പേഷ്യൻ്റാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു സംഭാവന നിങ്ങൾ നൽകണം, നിങ്ങളുടെ സന്മനസ് ഉദാരമനസ്കർ സഹായിക്കണമെന്നൊക്കെയുള്ള അത് കേട്ടാൽ തന്നെ കരൾ അലിഞ്ഞു പോകും. ഉദാരമായി സംഭാവനകൾ ആകെ കയ്യിലുള്ള വീട്ടിലേക്ക് പോകാൻ വെച്ച പണം പോലും എടുത്ത് ബക്കറ്റിലിട്ട് കൊടുക്കും. സ്വാഭാവികം. ആ അനൗൺസ്മെന്റ് ഒക്കെ കേട്ട് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ 50, 100, 200, 500 ഒക്കെ കൊടുത്ത ആളുകളുണ്ട്. ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെ ഒക്കെ ജാട കാണാനല്ല, ഷോക്കല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. പണം കൊടുത്ത് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെല്ലിപ്പാറ ഏതാണ്ട് എത്തിയപ്പോ എനിക്കൊരു സംശയം തോന്നി. ഇവരെ ഞാൻ എവിടെയോ ഞാൻ അവരോട് ചോദിച്ചു, ഈ പണം നിങ്ങൾക്ക് എവിടെയാണ്, ഇതിന്റെ കണക്ക് എവിടെയാണ്, റെസീറ്റ് എന്നൊക്കെ. ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം, ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇടണം. കുറച്ച് പൈസ വേണം, എന്റെ ഒരു ഫ്രണ്ടിനെ സഹായിക്കാനാണെന്ന് പറഞ്ഞു. ഇല്ല, ഒന്നുമില്ല. കാശില്ലെന്നാണോ മനസ്സില്ലെന്നാണോ? മനസ്സില്ല. മനസ്സ് വേണ്ട, കാശ് മതി. നാണല്ലോ. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. ഞാൻ ഫ്രണ്ട് എവിടെയാണ്? കൊട്ടിയൂർ ഭാഗത്താണെന്ന് പറഞ്ഞു. ഞാൻ മോൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഫോട്ടോഗ്രാഫറാണ്, കല്യാണത്തിന് പണിക്കൊക്കെ പോകാറുണ്ട്, എനിക്ക് സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, കണിച്ചാറ് ഭാഗത്ത്. എന്നെ മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിച്ചു, കണിച്ചാർ എവിടെയാണ് സ്റ്റുഡിയോ എന്ന് ചോദിച്ചപ്പോ അവന് പറയാൻ പറ്റുന്നില്ല. അവസാനം എനിക്ക് മനസ്സിലായി അത് ഉഡായിപ്പാണ്. വേറെ ഒരു വഴിയില്ല, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. 2 സ്ത്രീകളെ സംസാരിച്ചു. ആ സ്ത്രീകളും ബക്കറ്റ് വിരുവായി നടക്കുകയാണ്. ആ സ്ത്രീകളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഹോം നഴ്സിംഗിന് പോവുകയാണ്, ഇത് ആരുടെയാണ് സ്ഥാപനം എന്ന് ചോദിച്ചപ്പോൾ അത് അവർക്കറിയില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അങ്ങനെ തുമ്പും പാലുമില്ലാതെ മറുപടി പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നുന്നത്. നെല്ലിപ്പാറയിലെ ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും അവരെ വളഞ്ഞു. അങ്ങനെ ആലക്കോട് പോലീസിനെ വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കാറ് കൊണ്ടുപോയിരിക്കുകയാണ്. പറ്റിപ്പോയി സാർ, പറ്റിപ്പോയി. 3 ബക്കറ്റ് നിറയെ പണമുണ്ട്. ആ ബക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന് മുകളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുക. എന്താ തുറക്കാനുള്ള അവകാശം ആ തൊഴിലാളികൾക്കില്ല. അവർക്ക് ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണവർ. തെണ്ടിക്കണം, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പാട്ട എടുത്ത് തെണ്ടിക്കണം. അവർക്ക് തുറക്കാനുള്ള അവകാശമില്ലത്രേ. അവർക്ക് എടാ, ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണ് വഹിക്കാനും എനിക്കറിയാം. ഡെയിലി കൂലിയാണ്. ഒരാൾ പ്ലംബിംഗ് പണിയെടുക്കുന്നു, മറ്റൊരാൾ ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുന്നു. യഥാർത്ഥ മുതലാളി ഫോണിൽ വിളിച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. ഹലോ, എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? പോലീസുകാരനെ കൊടുക്കെന്ന് പറഞ്ഞു, പോലീസുകാരനെ മേടിച്ചില്ല. അപ്പോ ഇതൊക്കെ ഉഡായിപ്പ് കാണിച്ച് അത് പറ്റിപ്പോയി. ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. അനങ്ങാതെ ജോലി ചെയ്യുന്ന ഇത്തരം മുതലാളിമാർക്കെതിരെയുള്ള ശക്തമായ താക്കീത് കൂടിയാണ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പി. ദയവ് ചെയ്ത് പൊതുജനങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ പിരിക്കാൻ വേണ്ടി വരും. ഒരു നയാ പൈസ കൊടുക്കരുത്. നിങ്ങൾക്ക് അറിയുന്ന രോഗികൾക്ക് കൊടുക്കൂ, നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കൂ. നിങ്ങൾക്കറിയാത്ത ഒരാൾക്കും 1 രൂപ പോലും കൊടുക്കരുത്. ചെലവ് വഹിക്കാനുള്ളതല്ല, അറിയാം, നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ വഹിക്കണ്ട. അങ്ങനെ കൊടുത്താൽ ഈ പണം എവിടെയും എത്തില്ല. ആ പണം കൊണ്ട് കൊടുക്കുന്ന പല കോടീശ്വരന്മാരും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല. ഓരോ ദിവസവും ഇത്തരത്തിൽ വാർത്ത കൊടുക്കാറുണ്ട്. എന്നിട്ടും ആളുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. പാവങ്ങളല്ലേ, ഒരു രോഗിയല്ലേ എന്ന് കരുതിയിട്ടാണ് കൊടുക്കുന്നത്. ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് പറ്റിക്കാനും പറ്റും. ഇവരൊരു കത്ത് കയ്യിലുണ്ട്. കൊട്ടിയൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ കത്താണ്. പേര് ജീജ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണിത്? പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ കമ്പിവേലി. ഹൗ പിടിച്ചു. ഇനി പോലീസ് പിടിക്കേണ്ട നോക്കിക്കോണേ. നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഏതാ ശ്രീകണ്ഠൻ നായർ സാർ എന്ന് ചോദിച്ചപ്പോ 24ന്റെ MD ശ്രീകണ്ഠൻ നായർ സാറിന്റെ ട്രസ്റ്റാണ്. ട്രസ്റ്റിന് വേണ്ടി പിരിക്കാനാണ്. നിങ്ങൾക്ക് വൈകുന്നേരം കുറച്ച് തുക കൊണ്ടുതരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ശ്രീകണ്ഠൻ നായർ സാർ അല്ല സാറേ, എന്ന് പറയുന്ന ഏതോ ഒരു RSPയുടെ നേതാവാണ് പോലും. ആ കൊല്ലംകാരന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റ്, പയ്യാവൂരുകാരനാണ് ഇതിന്റെ മുതലാളി പോലും. ആ മുതലാളി ഈ പാവപ്പെട്ട തൊഴിലാളികളെ വെച്ച് പിരിപ്പിക്കുകയാണ്. ഇത് അച്ഛന്റെ കൊടുത്തേക്ക് മോനെ. അതെ, പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.